പോകുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്തേക്കാണ്. അവിടെ 4000 കിലോയിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഭീമാപ്പള്ളി സ്വദേശിയായ അമീൻ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പുഞ്ചക്കരിയിലെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന. ഹാൻസ് ജോൺ വിവരങ്ങൾ കാണിച്ചിരുന്നു. ഹാൻസ്. സേതു, ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിങ്കര എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഭീമാപ്പള്ളി സ്വദേശിയായിട്ടുള്ള അമീന്റെ പക്കൽ ഈ വാഹനത്തിൽ 100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ശംഭു, ഗണേഷ് എന്നീ ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പുഞ്ചക്കിരിയിലെ വാടക വീട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു വിൽപ്പന എന്നുള്ള കാര്യം എക്സൈസിന് ലഭിച്ചത്. പിന്നീട് ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘത്തിന് ലഭിച്ചത്. തൂക്കി നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഇത് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് 4000 കിലോയിലടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഈ അമീനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. എവിടെ നിന്നടക്കമാണ് ഇദ്ദേഹത്തിന് ഇത്രയധികം പുകയില ഉൽപ്പന്നങ്ങൾ ലഭിച്ചത്, ആർക്കൊക്കെ വിൽപ്പന നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എന്നാണ് എക്സൈസ് സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സേതു. ശരി ഹാൻസ്, ശരി.